നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത ഭീകരരെ ജീവനോടെ പിടിക്കാൻ സുരക്ഷാ സേനകൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകി. പാകിസ്ഥാന്റെ പങ്ക് ലോകത്തിനു മുമ്പിൽ തുറന്നു കാട്ടാനാണിത്. ഭീകരർ ഒളിച്ചിരിക്കുന്ന കാടിന്റെ 30 കിലോമീറ്റർ ചുറ്റളവിൽ സേന എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച സുരക്ഷയ്ക്കായുള്ള മന്ത്രിതല സമിതി യോഗശേഷമാണ് സേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചത്. അതിനിടെ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ബീഹാർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. സുനിലാണ് ആർമി ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. പാകിസ്ഥാൻ വനിതയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റിനെ കുറിച്ചുള്ള പരിശോധനയ്ക്കൊടുവിലാണ് വിവരം ആർമി ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നത്. മിലിറ്ററി ഏരിയയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇയാൾ അവർക്ക് കൈമാറിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾക്ക് പാക് വനിത പണം നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സൈബർ വിങ്ങിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വദേശികളുമായിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളും നിരീക്ഷണത്തിലായിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് സുനിലിന്റെ വാട്സാപ്പ് ചാറ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്നാണ് ആർമി ഉദ്യോഗസ്ഥർ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. തീവ്രവാദികളുമായുള്ള പോരാട്ടത്തിൽ വീരചരമമടഞ്ഞ രാജ്യം ശൗര്യചക്രം നൽകി ആദരിച്ച ജമ്മു കാശ്മീർ പോലീസ് കോൺസ്റ്റബിളായിരുന്ന മുദാസിർ അഹമ്മദ് ഷെയ്ഖിന്റെ മാതാവ് പാകിസ്ഥാനിൽ ജനിച്ച ഷമീമ അക്തറിനെ നാട് കടത്തുന്നു എന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ജമ്മു കാശ്മീർ പോലീസ് പത്രക്കുറിപ്പിലും അവരുടെ ഒഫീഷ്യൽ എക്സ് ഹാൻഡിൽ വഴിയും അറിയിച്ചിരുന്നു. ഇത് വ്യാജ വാർത്തയാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസും വാർത്തയായി കൊടുത്തിട്ടുമുണ്ട്. എന്നിട്ടും മലയാള മനോരമ ഇതിനെ അടിസ്ഥാനമാക്കി വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചു. തുടർന്ന് മലയാള മനോരമയുടെ വാർത്തയും ഡിസ്ട്രിക്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ബാരാമുള്ള പുറത്തിറക്കിയ പത്രക്കുറിപ്പും ഷെയർ ചെയ്ത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. അതിനിടെ അന്താരാഷ്ട്ര അതിർത്തിയിലെ നിരവധി പാകിസ്ഥാൻ പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായും പാകിസ്ഥാൻ റേഞ്ചർമാർ അവരുടെ ദേശീയ പതാക പോലും ഈ സ്ഥലങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെയുള്ള നിലപാടുകൾ ഇന്ത്യ കർശനമാക്കിയിരുന്നു. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതും ആക്രമണത്തിന് പിന്നാലെയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന് നൽകിയത് വൻ തിരിച്ചടിയാണെന്നാണ് സൂചന. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചെനാബ് നദിയിലെ ജലപ്രവാഹം കുറഞ്ഞതായി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. സിയാൽകോട്ട് പ്രദേശത്തെ മാറാല ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കേണൽ വിനായക് ഭട്ടാണ് എക്സിൽ പങ്കുവച്ചത്. കരാർ റദ്ദാക്കിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. പഹൽഗാം ആക്രമണത്തിന്റെ തലേന്ന് ഏപ്രിൽ 21-എടുത്ത ഉപഗ്രഹ ചിത്രങ്ങളും കരാർ റദ്ദാക്കലിന് ശേഷം ഏപ്രിൽ 26-ന് എടുത്ത ചിത്രങ്ങളും താരതമ്യം ചെയ്താൽ വരൾച്ചയുടെ ആഴം ബോധ്യമാകും. ഭാരതം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതും വ്യാപാര നയങ്ങളിലെ മാറ്റവുമെല്ലാം സാരമായി ബാധിച്ചതിനെ തുടർന്ന് പാകിസ്ഥാനിൽ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി. പാകിസ്ഥാൻ നിലവിൽ സാമ്പത്തികമായി കൂപ്പുകുത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഭാരതത്തിനെതിരെ യുദ്ധത്തിന് തയ്യാറാകുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്നാണ് പൊതുജനം പറയുന്നത്. ഇതിന്റെ ഭാഗമായി വടക്കൻ പാകിസ്ഥാനിലെ ഗിൽജിത്ത് ബോൾട്ടിസ്ഥാനിലാണ് പാക് ജനത സ്വന്തം സർക്കാരിനെതിരെ രംഗത്തെത്തിയത്. ഭാരതത്തെ യാതൊരു കാരണവുമില്ലാതെ പ്രകോപിപ്പിച്ച് മറ്റൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടിയാൽ ഇതിന്റെ ചെലവും പ്രത്യാഘാതങ്ങളും ആര് എങ്ങനെ വഹിക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഭാരതത്തിന്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങളെ തടുക്കാൻ പാകിസ്ഥാനാവില്ല. അതിനാൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാനാണ് ജനങ്ങൾ പാക് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. യുദ്ധസമാനമായ സാഹചര്യത്തിൽ പൊതുജനം അക്രമാസക്തമായി തെരുവിലിറങ്ങിയതോടെ പാക് ഭരണകൂടവും പ്രതിസന്ധിയിലായ അവസ്ഥയാണ്. പിന്നാലെ പാകിസ്ഥാന് മേലുള്ള സാമ്പത്തിക ഉപരോധം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. ഇപ്പോൾ തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി നിലച്ചതിനാൽ പാകിസ്ഥാനിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ കടുത്ത മരുന്നുക്ഷാമം ഉണ്ടാകുമെന്ന് ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇതോടെ പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കനത്ത ഇടിവ് സംഭവിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് PSXലെ ഓഹരികൾ ഇടിഞ്ഞെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാകിസ്ഥാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹരികൾ ഇൻട്രാഡേ വ്യാപാരത്തിൽ 1700 പോയിന്റിലധികം ഇടിവ് നേരിട്ടതോടെ ബയേഴ്സ് വ്യാപാരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. രാവിലെ 9:53-ന് 1,14,872.18 എന്ന നിലയിലായിരുന്നു ക്ലോസ് ചെയ്തതെങ്കിലും KSE 100 സൂചിക 1717.35 പോയിന്റ് അഥവാ 1.5% ഇടിഞ്ഞ് 1,13,154.83 എന്ന നിലയിലെത്തി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.